ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളെ ഒരു പുതിയൊരു മൊഡ്യൂൾ പരിചയപ്പെടുത്താനാണ്. അതായത് നമുക്കൊരു വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു USB മൊഡ്യൂൾ വന്നിട്ടുണ്ട്. CD028 എന്ന് പറയുന്ന മോഡലിൽ G-Star ആണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോയിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് ഒരു 4.5 × 5.5 സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. HD ഫോർമാറ്റിലുള്ള എല്ലാ വീഡിയോയും ഇതിൻ്റെ അകത്ത് പ്ലേ ആകുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് USB കൊടുക്കാം, ബ്ലൂടൂത്ത് വരുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ അകത്ത് മൈക്രോ SD വരുന്നുണ്ട്, പിന്നെ ഓക്സ് ഇൻപുട്ട്. ഇത്രയും ഇൻപുട്ടുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് FM കൂടെ വരുന്നുണ്ട്. നോർമലി ഇതിന്റെ ഉപയോഗം കൂടുതലും വരുന്നത് ചെറിയ വണ്ടികളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനിങ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നോർമൽ ഒരു ചെറിയൊരു ഹോം പർപ്പസിനാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം എന്ന രീതിക്കാണ് ഇതിന്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് നോക്കുവാണെങ്കിൽ ബാസ് ട്രബിളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇക്വലൈസർ സെറ്റിംഗ്സ് വരുന്നുണ്ട്. അതായത് പോപ്പ്, റോക്ക്, ക്ലാസിക്, നോർമൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇക്വലൈസർ സെറ്റിംഗ്സ് ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ ബേസ് ആൻഡ് ട്രബിൾ ഒക്കെ കുറച്ച് മാറുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ടേജ് തൊട്ട് 24 വോൾട്ടേജ് DC-യിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്സിൻ ഔട്ടായിട്ടും സ്റ്റീരിയോ ഇന്നിനായിട്ടുള്ള ഒരു പോർഷൻ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഇതിൻ്റെ കൂടെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റിമോട്ടും ഉണ്ട്. റിമോട്ട് നമ്മൾ നോർമൽ ഒരു USB മൊഡ്യൂൾ കാണുന്ന സെയിം റിമോട്ടാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിലും കൂടെ നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 5 വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ടൈം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോഴത്തേനും നമ്മൾ പഴയത് എന്താണ് പ്ലേ ചെയ്തിരിക്കുന്നത് അത് തന്നെ കിട്ടുന്ന ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് USB കൊടുക്കേണ്ടത്. വീഡിയോ ആണെങ്കിലും ഓഡിയോ ആണെങ്കിലും നമുക്ക് USB വഴി ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ഇതിൽ അല്ലെങ്കിൽ മൈക്രോ SD 2 ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഓൺ ഓഫ് സ്വിച്ച് ആണ്. നമ്മളത് കണ്ടില്ലേ, ഇപ്പോൾ ഇത് ഓഫ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെയാണ് വരുന്നത്, കണ്ടില്ലേ. ഫസ്റ്റ് ബ്ലൂടൂത്ത്, പിന്നെ അതേപോലെ തന്നെ മ്യൂസിക്, വീഡിയോ, FM, ഓക്സ്, പിന്നെ സെറ്റിങ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്കിങ്ങനെ ഓരോന്ന് ഇതിലിങ്ങനെ നെക്സ്റ്റ് അടിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതുള്ളൂ. സെറ്റിങ്സിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഡേറ്റ്, ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അലാറം സെറ്റ് ചെയ്യാൻ പറ്റും. ഷട്ട് ഡൗൺ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ലാംഗ്വേജ് ഉണ്ട്. അങ്ങനെ ഫാക്ടറി റീസെറ്റ് ആണ്. ഈ സെറ്റിങ്സിൻ്റെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ടൈം, അലാറം ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്യാവുന്നതുള്ളൂ. ഒരു USB പ്ലഗിൻ ആയിട്ടുണ്ട്. പ്ലഗിൻ ആകുമ്പോൾ തന്നെ ശരിക്കും ഇതൊരു വീഡിയോ ആണ് പ്ലേ ആയി കാണുന്നത്. അപ്പോൾ നേരത്തെ ഏതാണ് പ്ലേ ആയിരിക്കുന്നത് അത് ഓട്ടോമാറ്റിക് എടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലേ, ഇതൊരു വീഡിയോ സോങ് ആണ്. ഞാൻ ഇതിൻ്റെ ഓഡിയോ ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്യുന്നില്ല, കാരണം കോപ്പറേറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ പെട്ടെന്ന് തന്നെ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടല്ലേ, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും നല്ലൊരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് ഒന്ന് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സെറ്റിങ്സ് ഒന്ന് ഫയൽ മാനേജറൊക്കെ നോക്കാം. ഇവിടെ അടുത്ത് നെക്സ്റ്റ് പോയി സെറ്റിങ്സ്, നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് ഫോൾഡർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഫോൾഡർ ഓപ്ഷൻ ഉണ്ട്. അവിടെ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ USB-ക്കകത്ത് നമുക്ക് ഓരോ ഫോൾഡും നമുക്ക് ഇതേപോലെ തന്നെ സെലക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ സെലക്ഷൻ കൊടുക്കാൻ പറ്റും. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ സ്ട്രോങ് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇപ്പോൾ ഇതിങ്ങനെ പ്ലേ ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും നമുക്ക് കുറേ സെറ്റിങ്സ് വരുന്നുണ്ട്. മോഡിലേക്ക് നോക്കുകയാണെങ്കിൽ മോഡ് ഇൻപുട്ട് ഓപ്ഷനാണ് ഇതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ സെറ്റിങ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷന്. പിന്നെ റിപ്പീറ്റ്, ലെഫ്റ്റ് റൈറ്റ് എന്താണെന്ന് നോക്കാം. ഇതിപ്പോൾ സ്റ്റീരിയോ മോഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇക്വലൈസർ സെറ്റ് ചെയ്യാനാണെങ്കിൽ ഇതിലൊന്ന് കൊടുത്ത് കണ്ടില്ല, ഇവിടെ നമുക്ക് ഇക്വലൈസറിൻ്റെ റോക്ക്, അതേപോലെ ക്ലാസിക്, അങ്ങനെ ജാസ്, അങ്ങനെ മാറി പറയും. അങ്ങനെ ഏത് നമുക്ക് അത്യാവശ്യം സെറ്റിങ്സ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് തന്നെ നമുക്ക് പറയാം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ടും ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് കൺസോളിലേക്ക് നോക്കുകയാണെങ്കിൽ
ഇതിനകത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതിവിടെ നമുക്ക് ഒരു 5 വോൾട്ടേജ് തൊട്ട് 24 വോൾട്ടേജ് DC വരെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു 12 വോൾട്ട് കൊടുക്കുന്നതായിരിക്കും സേഫ്. 5 to 12 വോൾട്ട് കൊടുക്കുന്നതായിരിക്കും സേഫ്. പിന്നെ ഇത് നമുക്ക് വീഡിയോ ഔട്ടിനും ഇത് നമുക്ക് ഓഡിയോ ഔട്ടിനും ഇത് സ്റ്റീരിയോ ഇൻപുട്ട്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇവിടെ നോക്കേണ്ട FM-ന്റെ ആന്റിനയുടെ കണക്ഷൻ നമുക്ക് ഇതിലേക്ക് കൊടുക്കാനുള്ളൂ. FM ചെക്ക് ചെയ്തിട്ടാണെങ്കിലും നല്ലൊരു ഔട്ട്പുട്ട് തന്നെ FM-നും നമുക്കിത് കിട്ടുന്നുണ്ട്. എന്തായാലും ചെക്ക് ചെയ്തിട്ട് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ആവശ്യക്കാർക്ക് നമുക്കിത് വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പിൽ ഇത് മേടിക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചെക്കിംഗ് വീഡിയോ ഞാൻ ഉടനെ തന്നെ ആഡ് ചെയ്യാം. എന്തായാലും ചെക്ക് ചെയ്തിട്ട് നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഓഡിയോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും തരക്കേടില്ലാത്തൊരു ഔട്ട്പുട്ടാണ് ഇതിൻ്റെ അതിന് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2300 രൂപയാണ്. എന്തായാലും നമുക്ക് കൊടുക്കുന്ന പൈസക്ക് ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്ന നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. കുറേ പേര് ഇപ്പോൾ കുറച്ച് പീസുകൾ ഞാൻ എടുത്തിട്ടുള്ളൂ. ആവശ്യക്കാർ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടും ഇത് മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞതിനേക്കാളും കുറച്ച് ചിലപ്പോൾ കുറേ വ്യത്യാസങ്ങളൊക്കെ വരാം, കൂടും കുറേയൊക്കെ ചെയ്യാം. എന്തായാലും ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക. നല്ലൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.